ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. നമ്മളൊരു 3-4 വർഷത്തിന് ശേഷം കുറച്ച് ആൾക്കാരെ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പം അതിന് പോകണേന് നമ്മൾ ഒരു 1 അവർ യാത്രയുണ്ട്. ഞാൻ തനിച്ചാണ് കേട്ടോ പോകുന്നത്. മക്കളെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. സാധാരണ ഞാനങ്ങനെ പോകൽ വളരെ കുറവാണ്. ഇത്തവണ ദൂരമുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. അവരാകെ ടയേർഡാകും. പിന്നെ രണ്ടുപേരെയും കൂടെ ഞാൻ ഒറ്റയ്ക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളെ ഇക്ക നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ. തൃശ്ശൂർ അടുത്താണ് സ്ഥലം. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പം അവളെയും കാത്ത് നിന്ന് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഞാൻ അതിലേ പോണ ബസ്സൊക്കെ എണ്ണാൻ തുടങ്ങി. എണ്ണി ഒരു വിധമായപ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ നമ്മളുടെ അമ്പലത്തിലാണ് കേട്ടോ കെട്ട് നടക്കുന്നത്. കെട്ടിനൊന്നും എത്താൻ പറ്റിയില്ല, ഓൾറെഡി ലേറ്റാണ്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഭാഗ്യം കൊണ്ട് നമ്മളുടെ ടീമിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണാൻ പറ്റിയിട്ടോ, അതിലൊത്തിരി സന്തോഷം. ഇത്തിരി കൂടെ അവൾ വരാൻ വൈകിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് മിസ്സായി പോയാനെ. പിന്നെ ഉണ്ടല്ലോ, ആ റെഡും വൈറ്റും സാരി എടുത്തതാണ് കേട്ടോ ഞങ്ങളുടെ മിസ്സ്. ആളെ ഞങ്ങൾക്ക് ബയോകെമിസ്ട്രി ആണ് കേട്ടോ എടുത്തിരുന്ന സബ്ജക്റ്റ്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരി എന്ന് മാത്രമല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ഞാൻ എവിടെ പഠിച്ചതാണ്, എത്രാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ എലൈറ്റിലാണ് ചെയ്തത്, എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള എൻ്റെ സുഹൃത്താണ് കേട്ടോ. ഞങ്ങളൊരു ബാച്ചിൽ 20 പേരായിരുന്നു. അതിൽ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. നമ്മളുടെ അഖില എന്നാണ് പേര്. ഈ ഒരു വീഡിയോയിൽ എൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ ആശ. പിന്നെ സ്വാതി, റിറ്റി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വരാത്തവരെ പരിചയപ്പെടുത്താത്തതിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ പച്ച ചുരിദാർ ഇട്ട എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ പേര് അമൃത എന്നാണ്. അവളും ഞാനും പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, നിസ്ന എന്നാണ് പേര്. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കണ്ടുപിടിച്ച് ഈ ഒരു കോഴ്സ് കണ്ടുപിടിച്ചതും എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിഷൻ എടുത്തതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരാണ് +2 ഒരുമിച്ച് പഠിച്ച ബാച്ച്. അതിന് ശേഷമാണ് നമ്മൾ ഇവരൊക്കെ കണ്ടുമുട്ടുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒന്നും വരാനൊന്നും പറ്റിയില്ല. പറ്റുന്നവരൊക്കെ വന്ന്, ബാക്കിയുള്ളവർക്കൊക്കെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരാൻ പറ്റാതായതാണ് കേട്ടോ. ഓരോരുത്തരുടെ ലൈഫിൽ ബിസി ആയിരിക്കുമല്ലോ, അവരുടേതായ ജോലിയും തിരക്കും ഒക്കെ കൊണ്ടാകാം. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. സദ്യയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ നമ്മൾ കുളത്തിൻ്റെ കടവിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.